ഹായ്, FLO സിനിഫയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 2025 വളരെ പ്രോമിസിംഗ് ആയിട്ടുള്ള നല്ല ആന്റിസിപ്പേഷൻ ഉള്ള പല സിനിമകളും വരാനുണ്ട്. ഇതിൽ തന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ തിയേറ്ററിൽ പോയിട്ടൊക്കെ കാണാൻ തോന്നുന്ന ടോപ്പ് 10 ഫിലിമുകളാണ് ഈ ലിസ്റ്റിൽ നമ്മൾ പറയാൻ പോകുന്നത്. 10ാം സ്ഥാനത്തുള്ളത് മമ്മൂക്കയുടെ ഡൊമിനിക് ആൻഡ് ദ ലേഡീസ് പേഴ്സ് എന്ന് പറയുന്ന ഫിലിമാണ്. ഈ ഫിലിം ഇറങ്ങുന്നത് ജാനുവരി 23-നാണ്. സിനിമ ഡയറക്ട് ചെയ്യുന്നത് ഗൗതം വാസുദേവ മേനോനാണ്. എനിക്ക് ഈ സിനിമയിൽ നല്ല പ്രതീക്ഷയുണ്ട്. കാരണം ഒന്നാമത് നല്ലൊരു ഡയറക്ടർ, നല്ലൊരു ആക്ടറുമായിട്ട് അതിനപ്പുറം നല്ലൊരു പ്രൊഡക്ഷൻ കമ്പനി, മമ്മൂട്ടി കമ്പനിയാണ് ഇതിന്റെ പ്രൊഡക്ഷൻ നിർവഹിക്കുന്നത്. ഒക്കെ ഒന്നിക്കുമ്പോൾ നല്ല സിനിമ വരാനുള്ള സാധ്യതയാണ്, ലക്ഷണങ്ങളാണ് നമ്മളിവിടെ കാണുന്നത്. അതിനപ്പുറം തന്നെ ടീസർ എനിക്ക് തേങ്ങ മനസ്സിലായില്ലെങ്കിലും ട്രെയിലർ നല്ല രസമായിരുന്നു. ഒരു കൊമേഡിക് അപ്രോച്ചുള്ള ഒരു ഡിറ്റക്റ്റീവ് സ്റ്റോറിയാണെന്നാണ് കേട്ടത്. നല്ല പ്രതീക്ഷയുണ്ട്. 9ാം സ്ഥാനത്തുള്ളത് ക്യാപ്റ്റൻ അമേരിക്ക ബ്രേവ് ന്യൂ വേൾഡ് എന്ന് പറയുന്ന ഫിലിമാണ്. ഈ ഫിലിം ഇറങ്ങുന്നത് ഫെബ്രുവരി 14-നാണ്. അതായത് മാർവൽ സിനിമാറ്റിക് യൂണിവേഴ്സിന്റെ ഈ വർഷത്തെ ആദ്യത്തെ ഫിലിമാണിത്. ഈ സിനിമയിൽ എനിക്ക് അത്ര പ്രതീക്ഷ ഉണ്ടാകേണ്ടതല്ല. കാരണം ഈ ഫിലിം റൈറ്റും ഡയറക്റ്റും ചെയ്യുന്നത് നെഗറ്റീവ് റിപ്പോർട്ട് കിട്ടിയ ഫാൽക്കൺ ആൻഡ് ദ വിന്റർ സോൾജർ എന്ന് പറയുന്ന സീരീസ് റൈറ്റും ഡയറക്റ്റും ചെയ്ത ആൾക്കാരാണ്. അതിനപ്പുറം തന്നെ ഈ സിനിമയുടെ ടെസ്റ്റ് സ്ക്രീനിങ്സ് നടത്തിയിട്ട് വളരെ കട്ട നെഗറ്റീവ് റിപ്പോർട്ട് കിട്ടിയ ഒരു ഫിലിമായിരുന്നത്. അതിനുശേഷം പല റീഷൂട്ടുകളും ഈ സിനിമക്ക് നടന്നിട്ടുണ്ട്. റീഷൂട്ടുകൾ ഒരിക്കലും ഒരു സിനിമക്ക് അത്ര നല്ല കാര്യമല്ല, നല്ലൊരു ലക്ഷണമൊന്നുമല്ല. എന്തൊക്കെ പറഞ്ഞാലും റെഡ് ഹൾക്കൊക്കെ ഉണ്ട്. അതിനപ്പുറം ടീസറും ട്രെയിലറും ഒക്കെ നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ സിനിമ ഈ ഒരു സ്ഥാനത്ത് ഇടം പിടിച്ചത്. സ്റ്റീവ് റോജേഴ്സ് അല്ലെങ്കിലും എന്തായാലും ക്യാപ്റ്റൻ അമേരിക്ക തന്നെയാണല്ലോ. അതുകൊണ്ട് ഞാൻ ഡെഫിനറ്റ്ലി ഇത് തിയേറ്ററിൽ പോയി കാണാൻ ആഗ്രഹിക്കുന്നുണ്ട്. 8ാം സ്ഥാനത്തുള്ളത് യശിന്റെ ടോക്സിക് എന്ന് പറയുന്ന ഫിലിമാണ്. ഈ ഫിലിം ഡയറക്ട് ചെയ്തിട്ടുള്ളത് ഗീതു മോഹൻദാസ് എന്ന് പറയുന്ന മലയാളി ഫീമെയിൽ ഡയറക്ടറാണ്. ഇവർ തന്നെയാണ് മൂത്തോൾ എന്ന് പറയുന്ന സിനിമയും ഡയറക്ട് ചെയ്തിട്ടുള്ളത്. ഈ സിനിമയുടെ ഒരു ചെറിയ ഗ്ലിംസ് വീഡിയോ യശിന്റെ ബർത്ത്ഡേ പ്രമാണിച്ച് വന്നിട്ടുണ്ടായിരുന്നു. അതിന് മേക്കിങ്ങും അതിനപ്പുറം യശിന്റെ ഗെറ്റപ്പ് ഒക്കെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എനിക്ക് തോന്നി. KGF ചാപ്റ്റർ 2ക്ക് ശേഷം യശിന്റെ അടുത്ത് വരാൻ പോകുന്ന ഫിലിം എന്ന നിലയിൽ നല്ല പ്രതീക്ഷയുണ്ട് ഇതില്. എന്നാലും ഇതൊരു ടിപ്പിക്കൽ മാസ് മസാല ഫിലിം ആവാൻ സാധ്യതയില്ല. മിക്കവാറും കുറച്ച് എക്സ്പെരിമെന്റൽ ആവാനാണ് സാധ്യത. വളരെ അംബിഷ്യസ് ആയിട്ടുള്ള ഇത്തരത്തിലുള്ള എക്സ്പെരിമെന്റൽ സിനിമകൾ ഡെയിലി ഇന്ത്യൻ സിനിമയിൽ പൊട്ടുന്ന കാണുമ്പോൾ എനിക്ക് ഈ സിനിമയ്ക്ക് ഇതിനേക്കാൾ വലിയൊരു റാങ്കിങ്ങും കൊടുക്കാൻ കുറച്ചൊരു മടിയുണ്ട്. എന്തായാലും യശ് ആണല്ലോ, അതും KGF ചാപ്റ്റർ 2 എന്ന് പറയുന്ന ഒരു വമ്പൻ ഹിറ്റിന് ശേഷമാണ് ആള് ഈ ഒരു സിനിമ കൊണ്ട് വരുന്നത്. അപ്പോ ഈ സിനിമ നല്ലതാവട്ടെ നമുക്ക് ആശംസിക്കാം. ഇതിന്റെ റിലീസ് 2025 ഏപ്രിൽ 10-ലേക്കാണ് ഷെഡ്യൂൾ ചെയ്തിട്ടുള്ളത്. 7ാം സ്ഥാനത്തുള്ളത് മമ്മൂക്കയുടെ ബസൂക്ക എന്ന് പറയുന്ന ഫിലിമാണ്. ഈ ഫിലിം ഡയറക്ട് ചെയ്യുന്നത് ഡിനോ ഡെന്നിസ് എന്ന് പറയുന്ന പുതുമുഖ സംവിധായകനാണ്. ഈ ഫിലിം ആദ്യം ഒരു ഷോർട്ട് ഫിലിമായി ചിന്തിച്ച് പിന്നെ ഒരു ഫിലിമിലോട്ട് എക്സ്പാൻഡ് ആക്കപ്പെട്ട ഒന്നാണ്. ഈ ഡയറക്ടറിന്റെ ഫസ്റ്റത്തെ ഫിലിമാണിത്. അതിനപ്പുറം തന്നെ ഈ സിനിമയുടെ ബഡ്ജറ്റ് 25 കോടിയായിട്ടാണ് കേൾക്കുന്നത്. ആദ്യത്തെ ഫിലിം ആയിരുന്നിട്ട് പോലും വളരെ എക്സ്പെരിമെന്റൽ ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റാണ് അവർ ട്രൈ ചെയ്യുന്നത്. ഒരു ഗെയിം ത്രില്ലർ ആണ് അവരുടെ ഒരു ലക്ഷ്യം. ടീസർ ഒക്കെ ഇറങ്ങിയിട്ടുണ്ട്, നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. കുറെ കാലമായി സിനിമയുടെ പ്രീ പ്രൊഡക്ഷനും പ്രൊഡക്ഷനും പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്കും ഒക്കെ അനൗൺസ് ആക്കപ്പെട്ടിട്ട്. എന്നാലും ഫെബ്രുവരി 14-ലോട്ടാണ് സിനിമയുടെ റിലീസ് ഷെഡ്യൂളായിട്ട് വെച്ചിട്ടുള്ളത്. സംഭവം ഇത് വേഗം മാറ്റാനുള്ള സാധ്യതയാണ് ഞാൻ കാണുന്നത്. കാരണം മമ്മൂട്ടി കമ്പനി ഉൾപ്പെടെ ഈ സിനിമയുടെ പിന്നിൽ വർക്ക് ചെയ്ത കുറെ ആൾക്കാര് ഇതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് പോസ്റ്റ് ഒന്നും ഇട്ടിട്ടില്ല. ഇതിന്റെ പ്രൊഡക്ഷൻ കമ്പനി ഒഴിച്ച്. അതുകൊണ്ട് മിക്കവാറും അത് മാറുമായിരിക്കും. കാരണം ഡൊമിനിക് ആൻഡ് ദ ലേഡീസ് പേഴ്സ് എന്ന് പറയുന്ന മമ്മൂക്കയുടെ തന്നെ സിനിമ ഇറങ്ങി 3 ആഴ്ച കഴിഞ്ഞിട്ട് മമ്മൂക്കയുടെ തന്നെ വേറൊരു സിനിമ അതിന്റെ ഒപ്പം ക്ലാഷ് ആവാന്ന് പറഞ്ഞാല് അത്ര ബിലീവബിൾ ആയിട്ടുള്ള ഒരു സംഭവമല്ല. മിക്കവാറും ഈ സിനിമ കുറച്ചും കൂടി ഒന്ന് പോസ്റ്റ്പോൺ ആവാനുള്ള സാധ്യതയാണ് ഞാൻ കാണുന്നത്. 6ാം സ്ഥാനത്തുള്ളത് ലാലേട്ടന്റെ എമ്പുരാൻ എന്ന് പറയുന്ന ഫിലിമാണ്. നമുക്കറിയാം 2024 ലാലേട്ടൻ അത്ര നല്ല വർഷമൊന്നും ആയിരുന്നില്ല. മലൈക്കുട്ടി വാലിബൻ എന്ന് പറയുന്ന അട്ടർ ദുരന്തത്തിന് ശേഷം പിന്നീട് ബറോസ് എന്ന് പറയുന്ന അതിനേക്കാൾ വലിയ ദുരന്തമാണ് ലാലേട്ടൻ നമുക്ക് സമ്മാനിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ മാർച്ച് 27-ന് ഇറങ്ങുന്ന രാജുവേട്ടൻ സംവിധാനം ചെയ്യുന്ന രാജുവേട്ടൻ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഒരു റോളും കൂടി പ്ലേ ചെയ്യുന്ന ഈ ഒരു മോഹൻലാൽ സിനിമ മിക്കവാറും ഹിറ്റ് ആവും തന്നെയാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത്. മലയാള സിനിമയുടെ തന്നെ ഏറ്റവും വലിയ ബഡ്ജറ്റുള്ള സിനിമ ആവാനാണ് ഇതിനുള്ള സാധ്യത കാണുന്നത്. ലൂസിഫർ എന്ന് പറയുന്ന സിനിമയുടെ 2ാം ഭാഗമാണ്. അതിനപ്പുറം ഈ ഒരു ഫിലിമിനും ഒരു 2ാം ഭാഗം ഉണ്ടാവും. അതായത് ലൂസിഫറിന്റെ 3ാം ഭാഗം വരെ ഉണ്ടാവുന്നതാണ് അതിന്റെ അർത്ഥം. അതായത് ഇതൊരു ട്രിലജി ആക്കാനാണ് രാജുവേട്ടൻ ഉദ്ദേശിക്കുന്നത്. നല്ല ഒരു റൈറ്ററും നല്ലൊരു ഡയറക്ടറും നല്ലൊരു ആക്ടറും ഒന്നിച്ചു വരുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന പ്രതീക്ഷ ഉണ്ടല്ലോ, അതന്നെയാണ് ഈ സിനിമയിലുള്ളത്. അതുപോലെ തന്നെ നല്ലൊരു ഫ്രാഞ്ചൈസിന്റെ ഒരു ഭാഗം കൂടിയാണിത്. അതുകൊണ്ട് എന്തായാലും ഇത് തിയേറ്ററിൽ പോയി കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്.
5ാം സ്ഥാനത്തുള്ളത് മൈൻക്രാഫ്റ്റ് മൂവിയാണ്. എനിക്ക് ഈ സിനിമയിൽ പ്രതീക്ഷ ഉണ്ടെന്നും പറയാൻ കഴിയില്ല, ഇല്ലാന്നും പറയാൻ കഴിയില്ല. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും എനിക്കിത് തിയേറ്ററിൽ പോയി കാണണമെന്നുണ്ട്. കാരണം ഇതൊരു ലൈവ് ആക്ഷൻ അഡാപ്റ്റേഷൻ ആയിട്ടാണ് ചെയ്യുന്നത്. ആനിമേറ്റഡ് ആയിരുന്നു കുറച്ചും കൂടി നല്ലത്. അതിനപ്പുറം ആദ്യത്തെ ടീസർ നിങ്ങൾ കണ്ടണമെന്നറിയില്ല, ഏറ്റവും കൂടുതൽ ഡിസ്ലൈക്ക് ഉള്ള വീഡിയോസിൽ ഒന്നാണെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. രണ്ടാമത്തെ ടീസർ കുഴപ്പമില്ലായിരുന്നു, ആവശ്യത്തിന് കൊള്ളാമായിരുന്നു. എന്നാലും മൈൻക്രാഫ്റ്റ് എന്ന് പറയുന്ന ഗെയിം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എന്റെ ഫേവറേറ്റ് ഗെയിമാണത്. അപ്പൊ മൈൻക്രാഫ്റ്റ് എന്ന് പറയുന്ന ഗെയിമിന്റെ ഒരു ലൈവ് ആക്ഷൻ അഡാപ്റ്റേഷൻ വരുന്നു, അല്ലെങ്കിൽ ഒരു ഫിലിം അഡാപ്റ്റേഷൻ വരുന്നു എന്നുള്ളതിൽ എനിക്ക് നല്ല പ്രതീക്ഷയുണ്ട്. സംഭവം ഇപ്പൊ നെഗറ്റീവ് റിപ്പോർട്ട് കിട്ടിയവര് ചിലപ്പോ ഈ വർഷത്തെ ഏറ്റവും വലിയ ഫിലിം ആവാൻ, ഏറ്റവും കൂടുതൽ കളക്ഷൻ ഉണ്ടാക്കാൻ പോകുന്ന ഫിലിമായിട്ട് ഇതിന് മാറാൻ സാധിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത്. പറഞ്ഞത് അവതാർ 3 ഉണ്ടല്ലോ. 4ാം സ്ഥാനത്തുള്ളത് രജനികാന്തിന്റെ കൂലി എന്ന് പറയുന്ന ഫിലിമാണ്. എനിക്ക് കോളിവുഡിലെ ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ഒരു ആക്ടറാണ് രജനികാന്ത് എന്ന് പറയുന്നത്. ഈ ലെജൻഡറി ആക്ടർ കോളിവുഡിൽ തന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ഡയറക്ടർ ആയിട്ടുള്ള ലോകേഷ് കനകരാജിന്റെ കൂടെ ഒരു ഫിലിം ചെയ്യുന്നു എന്ന് പറയുമ്പോൾ അതിന്റെ പ്രതീക്ഷകൾ എനിക്ക് മാനം മുട്ടുന്നത്രയാണ്. ഈ സിനിമ ഗോൾഡ് സ്മഗ്ലിങ്ങിനെ പറ്റിയൊക്കെയാണ് ഉണ്ടാവുക. ഓഗസ്റ്റ് 14 പടത്തിന്റെ റിലീസ് എന്ന് പറയുന്നത്. സംഭവം നമുക്കറിയാം, ലോകേഷ് കനകരാജ് എന്ന് പറയുന്ന ഡയറക്ടർ എപ്പോഴും ടേബിളിലേക്ക് പുതിയ എന്തെങ്കിലും കൊണ്ടുവരാൻ ശ്രമിക്കുന്ന ടൈപ്പ് ഒരാളാണ്. ആളെ എപ്പോഴും എല്ലാ ക്രിറ്റിസിസംസും ഏറ്റെടുത്ത് അതിൽ നിന്ന് ഉൾക്കൊണ്ടുകൊണ്ട് എല്ലാ പ്രാവശ്യവും നല്ലൊരു ഫിലിം ഉൽപ്പാദിപ്പിക്കാനാണ് ശ്രമിക്കാറുള്ളത്. എപ്പോഴും ഇങ്ങനെ ബെറ്റർ ആവാൻ ശ്രമിക്കുന്ന ഒരു ജെന്യുവൻ ഫിലിം മേക്കറിന്റെ കയ്യില് രജനികാന്തിനെ പോലെ ഒരു സൂപ്പർ സ്റ്റാറിനെ കിട്ടുമ്പോൾ എന്തൊക്കെ മാജിക് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും, അതൊക്കെ തന്നെയാണ് എനിക്ക് ഈ ഫിലിമിൽ പ്രതീക്ഷയുള്ളത്. എന്തായാലും നമുക്ക് കാണാം. 3ാം സ്ഥാനത്തുള്ളത് അവതാർ ഫയർ ആൻഡ് ആഷ് അഥവാ അവതാർ 3 ആണ്. അവതാർ 1ഉം 2ഉം 2009ലും 2022 ഇറങ്ങിയിട്ട് 2 ബില്യന്റെ മുകളിൽ കളക്ട് ചെയ്ത ടോപ്പ് 3 ഹയസ്റ്റ് ഗ്രോസിംഗ് മൂവീസ് ഓഫ് ഓൾ ടൈം ലിസ്റ്റിൽ ഇറങ്ങിയ സിനിമകളായിരുന്നു. അതേ പ്രതീക്ഷ തന്നെയാണ് എനിക്ക് അവതാർ ഫയർ ആൻഡ് ആഷിലുള്ളത്. ഡിസംബറിനാണ് ഈ ഫിലിം ഇറങ്ങുന്നത്. സംഭവം എനിക്ക് ഈ അവതാർ സിനിമകൾ അത്ര ഇഷ്ടമൊന്നും അല്ല സത്യം പറഞ്ഞു കഴിഞ്ഞാല്. പക്ഷെ അതെനിക്കറിയാം, ഇതൊക്കെ ഞാൻ ഫോണിലും ടിവിയിലൊക്കെ കാണുന്നോണ്ടാണ്. കാരണം ഈ സിനിമകളുടെയൊക്കെ പ്രത്യേകത കഥയല്ല, മറിച്ച് വിഷ്വൽസ് ആണ്. അപ്പൊ ഇതൊക്കെ തിയേറ്ററിൽ പോയിട്ട് തന്നെ എക്സ്പീരിയൻസ് ചെയ്യണം. എനിക്ക് അവതാർ ഫയർ ആൻഡ് ആഷ് തിയേറ്ററിൽ പോയിട്ട് എക്സ്പീരിയൻസ് ചെയ്യണമെന്ന് നല്ല ആഗ്രഹമുണ്ട്. അത് തന്നെയാണ് ഈ സിനിമ ഈ ഒരു ലിസ്റ്റിൽ ഇത്ര മുകളിൽ നിൽക്കുന്നതായിട്ട് തോന്നുന്നത്. ജെയിംസ് കാമറോണ് ലോകത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ അംബിഷ്യസ് ആയിട്ടുള്ള ഒരു ഡയറക്ടർ തന്നെയാണെന്ന് പലരും അംഗീകരിച്ചേക്കാം. അങ്ങനെ ഒരു ഡയറക്ടറിന്റെ കയ്യിൽ നിന്ന് അവതാരം എന്നല്ല എങ്ങനത്തെ ഒരു ഫിലിം വന്നു കഴിഞ്ഞാലും എനിക്കത് കാണുന്നുണ്ട് തിയേറ്ററിൽ പോയിട്ട്. 2ാം സ്ഥാനത്തുള്ളത് ഫാന്റാസ്റ്റിക് 4 ഫസ്റ്റ് സ്റ്റെപ്സ് എന്ന് പറയുന്ന ഫിലിമാണ്. മാർവൽ സിനിമാറ്റിക് യൂണിവേഴ്സിന്റെ ഈ വർഷത്തെ 3ാമത്തെ ഫിലിം ആയിരിക്കും ഇത്. അപ്പോ ഈ ഫിലിം എനിക്ക് നല്ല പ്രതീക്ഷ ഉണ്ടാവാൻ കാരണം എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള 2ാമത്തെ സൂപ്പർ ഹീറോ ടീമാണ് ഫാന്റാസ്റ്റിക് 4. ഇവർ വെച്ചിട്ട് ഒരു നല്ല ഫിലിം പോലും വന്നിട്ടില്ല. കോമിക് ബുക്സിൽ ഇത്ര നല്ല ക്യാരക്ടേഴ്സ് ആയിട്ട് പോലും നല്ലൊരു ലൈവ് ആക്ഷൻ അഡാപ്റ്റേഷൻസ് ഇവർക്ക് അധികം വന്നിട്ടില്ല എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. അപ്പോ ഇങ്ങനെയുള്ള ഇത്ര പ്രോമിനന്റ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സിനെ വെച്ച് ഒരു നല്ല ഫിലിമാണ് ഫാന്റാസ്റ്റിക് 4 ഫസ്റ്റ് സ്റ്റെപ്സിലൂടെ അവര് സമ്മാനിക്കാൻ ഉദ്ദേശിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത്. കാരണം വളരെ വലിയ സൂപ്പർ സ്റ്റാർസ്, ഇപ്പൊ പെട്രോ പാസ്കലിനെ പോലെയുള്ള വലിയ സൂപ്പർ സ്റ്റാർസിനാണ് ഈ സിനിമയിൽ അഭിനയിപ്പിക്കുന്നത്. നല്ലൊരു അംബിഷ്യസ് ആയിട്ടുള്ള ഒരു ഡയറക്ടറാണ് ഈ സിനിമയിൽ ഇതാക്കുന്നത്. ഇതിന്റെ സെറ്റ് ഫുട്ടേജുകളും അതുപോലെ തന്നെ ലീക്ഡ് ആയിട്ടുള്ള ട്രെയിലറും ഒക്കെ നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്നുണ്ട്. അപ്പോ മാർവലിലെ എനിക്ക് ഈ വർഷം ഏറ്റവും കൂടുതൽ പ്രതീക്ഷയുള്ള ഫിലിം തന്നെയാണ് ഇത്. 1ാം സ്ഥാനത്തുള്ളത് DC-യുടെ സൂപ്പർമാൻ എന്ന് പറയുന്ന ഫിലിമാണ്. ജൂലൈ 11 പടം ഇറങ്ങുന്നത്. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള കോമിക് ബുക്ക് ക്യാരക്ടറാണ് സൂപ്പർമാൻ. ഡേവിഡ് കോറിൻസുട്ട് എന്ന് പറയുന്ന നല്ലൊരു ആക്ടറാണ് ഇതിൽ സൂപ്പർമാനായിട്ട് അഭിനയിക്കുന്നത്. ഇതിന്റെ ടീസർ വളരെ പ്രോമിസിംഗ് ആയിട്ട് തോന്നുന്നുണ്ട്. സെറ്റ് ഫൂട്ടേജുകളൊക്കെ നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്നുണ്ട്. ഇതിന്റെ ബേസിക് സ്റ്റോറി ഓൾ സ്റ്റാർ സൂപ്പർമാൻ എന്ന് പറയുന്ന നല്ലൊരു കോമിക്കിൽ നിന്ന് അഡാപ്റ്റ് ചെയ്തിട്ടാണ് ചെയ്യുന്നതെന്നാണ് ഞാൻ കേൾക്കുന്നത്. ജെയിംസ് ഗൺ എന്ന് പറയുന്ന എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ഹോളിവുഡ് ഡയറക്ടേഴ്സിൽ ഒന്നായ ഒരാള് ആണ് ഈ ഫിലിം ഡയറക്ട് ചെയ്യുന്നത്. DC-യുടെ പുതിയ സിനിമാറ്റിക് യൂണിവേഴ്സിലെ ആദ്യത്തെ ഫിലിം ആയിരിക്കും ഇത്. ഇത് ഒരു ഫ്രഷ് സ്റ്റാർട്ട് ആയതുകൊണ്ട് തന്നെ ഇത് DC-യുടെ ഫ്യൂച്ചറിനെ നല്ല രീതിയിൽ നിർണ്ണയിക്കുകയും ചെയ്യും. ഗ്രീൻ ലാന്റേൺ കോറിലെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഗൈ ഗാർഡനർ എന്ന് പറയുന്ന ക്യാരക്ടർ ഇതിൽ അപ്പിയർ ചെയ്യുന്നുണ്ട്. ലെക്സ് ലൂത്തർ എന്ന് പറയുന്ന എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ഒരു വില്ലനും ഇതിലെ മെയിൻ വില്ലനായിട്ട് നിൽക്കുന്നുണ്ട്. മിസ്റ്റർ ടെറിഫിക്കും ഹോക്ക് ഗേളും പോലുള്ള എനിക്ക് ആവശ്യത്തിന് ഇഷ്ടമുള്ള ക്യാരക്ടേഴ്സിലും ഇതിൽ അപ്പിയർ ചെയ്യുന്നുണ്ട്. എനിക്ക് ഈ വർഷം ഏറ്റവും കൂടുതൽ പ്രതീക്ഷയുള്ള ഫിലിം തന്നെയാണിത്. നിങ്ങളുടെ ടോപ്പ് 10 ലിസ്റ്റ് നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ ഏർപ്പെടുത്താവുന്നതാണ്.
അപ്പോൾ ഇന്നത്തെ ഇത്രയുള്ളൂ. താങ്ക് യു. ഹാവ് എ നൈസ് ഡേ.